ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും +2 പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെ സെറ്റായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും അല്ലെ. അതെന്തായാലും 10 മാർക്ക്, ഇനി 10 മാർക്ക് ഇല്ലെങ്കിലും 6 മാർക്കോ 7 മാർക്കോ ആണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, മാത്സ് ഫോളോയിങ് കൂടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. വളരെ എളുപ്പമാണ്. ഈ 1 മാർക്ക് കിട്ടാനും എളുപ്പമാണ്, അതുപോലെ തന്നെ പോകാനും അത്രയും എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, 1 വേർഡ് ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. അപ്പൊ നമ്മൾ ചാപ്റ്റർ വൈസ് ആണ് നോക്കുന്നത് ഇവിടെ. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ പാർട്ടാവാം. നിങ്ങൾക്ക് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ചെറിയൊരു ചാനലായിരുന്നു. ഇപ്പൊ അടുത്താണ് നമ്മൾ തുടങ്ങിയ, ഒരു 2-3 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത്രയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അതിന് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. നമ്മൾ നല്ല വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ ക്ലാസ്സസ് ഇടാത്തത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോഴത്തേനും എക്സാം വന്നതുകൊണ്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് ഇട്ടിരുന്നത് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോഡൽ എക്സാമിന് മുന്നേ എല്ലാതും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പോയാലോ? ചാപ്റ്റർ വൈസ് നോക്കാം. ചാപ്റ്റർ 1 ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ആണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ലീഡർ ഹു പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്. അതായത് നാട്ടുരാജ്യത്തിന്റെ ഏകീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച നേതാവിനെ തിരിച്ചറിയാനാണ്. ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ അത് ഓർത്തു വെക്കട്ടോ, സർദാർ വല്ലഭായ് പട്ടേൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ഒരു നിയമം ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഏതായിരുന്നു? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ പ്രൊപ്പോണന്റ് ഓഫ് 2 നേഷൻ തിയറി? ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dash was the first part of India to hold an election based on universal adult franchise. അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? മണിപ്പൂരാണ് കേട്ടോ. അപ്പോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണം വരിച്ച ഗാന്ധിയൻ ആരായിരുന്നു? പോറ്റി ശ്രീരാമലു. അറിയാലേ? ഓക്കെ. ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച ആരുടേതായിരുന്നു? നെഹ്റുവിന്റെ ആണല്ലേ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് അർദ്ധരാത്രി നെഹ്റു നടത്തിയ പ്രസംഗമാണ് ഏത്? ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന 1 വേർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഓക്കെ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ഇൻ ദ ഫസ്റ്റ് ലോക്സഭ. അതായത് 1ാം ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 16 സീറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ ഡാഷ് പീരീഡ്. ഏത് കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? നമുക്കറിയാം 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെ ആയിരുന്നു അല്ലെ. ഓക്കെ. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്നാ വന്നത്? 1950. പിന്നെ 51 ഇലക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ടി വോൺ ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ലോക്സഭ സീറ്റ് ഇൻ ദ ഫസ്റ്റ് ഇലക്ഷൻ? അതായത് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയ 2ാം സ്ഥാന പാർട്ടി ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 16 സീറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാട്ടോ. എന്തായിരുന്നു? വിച്ച് പാർട്ടി പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് അഖണ്ഡ് ഭാരത്? അതായത് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ് എന്നുള്ളതാണ്. ഏതായിരുന്നു? BJS ആണ് കേട്ടോ. ഭാരതീയ ജനസംഘാണ്. ഓക്കെ അല്ലേ? അപ്പോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ ദറ്റ് ഓപ്പോസിറ്റ് നോൺ അലൈൻമെന്റ്. അതായത് ചേരിചേരാൻ നയത്തെ എതിർത്തിരുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്നുള്ളതാണ്. ഏതായിരുന്നു? സ്വതന്ത്ര പാർട്ടിയാണ് കേട്ടോ. അപ്പൊ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് അറിയുന്നതാണല്ലേ, ഭരണഘടനാ ശില്പി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒപ്പോസിഷണൽ പാർട്ടി ലീഡേഴ്സ്. അപ്പോൾ ഓരോ പാർട്ടി വെച്ച് നമുക്ക് നോക്കാം. സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാ നിലവിൽ വന്നേ? 1934. ആരായിരുന്നു ലീഡർ? ആചാര്യ നരേന്ദ്രദേവ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത പാർട്ടി ഏതായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് രൂപീകരിച്ചത്? 1925. കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഒത്തുചേർന്ന് രൂപീകരിച്ചതാണ് എന്ത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഭാരതീയ ജനസംഘ് ആര് രൂപീകരിച്ചാണ്?
ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും അതുപോലെ തന്നെ ദീൻ ദയാൽ ഉപാധ്യായയും ആണ് എന്ത് രൂപീകരിച്ചേ? നമ്മുടെ ഭാരതീയ ജനസംഘ രൂപീകരിച്ച് 1951 കേട്ടോ. സ്വതന്ത്ര പാർട്ടിയോ 1959. ആരൊക്കെ കൂടിയിട്ടാണ്? സി രാജഗോപാലാചാരി, KM മുൻഷി, NG രംഗ, മീനു മസാനി ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് എന്ത് രൂപീകരിച്ചേ? സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു പാഠം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ? ഓക്കെ, ചാപ്റ്റർ 3 നോക്കാം. പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ജോയിന്റ് പ്രപ്പോസൽ ഓഫ് ബിഗ് ഇൻഡസ്ട്രീസ് ഇൻ 1944 സെറ്റപ്പ് എ പ്ലാൻഡ് എക്കോണമി ഇൻ ഇന്ത്യ ഇസ് ഡാഷ്. അതായത് ഏത് പ്ലാൻ ആയിരുന്നു എന്നുള്ളത് 1944 വ്യവസായികൾ സമർപ്പിച്ച പ്ലാൻ ആണ് ചോദിക്കുന്നത്. ബോംബെ പ്ലാൻ ആണ് കേട്ടോ, ബോംബെ പ്ലാൻ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻ. അതായത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഏതായിരുന്നു? USSR ആണ് കേട്ടോ, USSR. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ എക്കണോമിസ്റ്റ് ഇൻവോൾവ് ഇൻ ഡ്രാഫ്റ്റിംഗ് ദ ഫസ്റ്റ് 5-year പ്ലാൻ. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരുന്നു? ഡോക്ടർ KN രാജ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. എപ്പോഴും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ പേര് ഏതിലോട്ട് മാറിയിട്ടുണ്ട്? നീതി ആയോഗ് എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട്. 2015 മാറിയത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വർഗീസ് കുര്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ആസൂത്രണ കമ്മീഷന് പകരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഏതാണ് എന്നുള്ളത്? നീതി ആയോഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് സഫേർഡ് ദ വേസ്റ്റ് ഫുഡ് ക്രൈസിസ് ഇൻ ദി 1960. അതായത് 1960-കളിലെ ഭക്ഷ്യപ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ സംസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏതായിരുന്നു? ബീഹാർ ആണ് കേട്ടോ, ബീഹാർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ നോക്കാം. ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻ, അതായത് ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ലീഡേഴ്സ് ഹു സൈൻഡ് ദ താഷ്കന്റ് അഗ്രിമെന്റ് ഓൺ 10th January 1966. അതായത് 1966 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഒന്നാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ തന്നെ അയ്യൂബ് ഖാനുമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് നാം സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ് ഡേഷ് ഇൻ 1961. അതായത് ചേരിചേരാ നയത്തിന്റെ ആദ്യ ഉച്ചകോടി നടന്നത് എവിടെയാ? ആദ്യ ഉച്ചകോടി നടന്നത് 1961 എവിടെ വെച്ചിട്ടായിരുന്നു? ബെൽഗ്രേഡിലാണ് കേട്ടോ, ബെൽഗ്രേഡ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടിബറ്റൻ സ്പിരിച്വൽ ലീഡർ ഗ്രാൻഡ് അസലം ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ അഭയം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ദലൈലാമയാണ് കേട്ടോ, ദലൈലാമ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ഹു റിസൈൻഡ് ആസ് എ മിനിസ്റ്റർ ഡ്യൂ ടു കോൺട്രവേഴ്സി എമംഗ് ദ ചൈനീസ് അറ്റാക്ക് ഇൻ 1962. അതായത് 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ ഭാഗമായി മന്ത്രിപദം രാജിവെച്ച കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആരായിരുന്നു? VK കൃഷ്ണമേനോൻ ആണ് കേട്ടോ, VK കൃഷ്ണമേനോൻ. ക്ലിയർ ആണല്ലോ? VK കൃഷ്ണമേനോൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ട് ഓഫ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അതായത് ചേരിചേരാ നയത്തിന്റെ ശില്പി ആരാണ് എന്നുള്ളതാണ്. ആരാണ്? നെഹ്റു ആണ് കേട്ടോ, നെഹ്റു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ചാപ്റ്റർ 5 ആണ്. ചാലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ദി കോൺഗ്രസ് സിസ്റ്റം. അതായത് കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്നുള്ള പാഠഭാഗമാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇലക്ടോറൽ അലയൻസ് ഫോംഡ് അഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധി ആൻഡ് കോൺഗ്രസ് ആർ ഇൻ 1971 ഇലക്ഷൻ. അതായത് 1971 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസ് ആറിനും എതിരെ രൂപീകരിച്ച തിരഞ്ഞെടുപ്പ് സഖ്യം തിരിച്ചറിയാനാണ്. ഗ്രാൻഡ് അലയൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ മഹാസഖ്യം എന്ന് പറയും. അപ്പൊ അടുത്ത ഗരീബി ഹട്ടാവോ ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെ. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ്. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ലീഡർ ഓഫ് ദ സിൻഡിക്കേറ്റ് ഫാക്ഷൻ? അതായത് സിൻഡിക്കേറ്റ് വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ആരായിരുന്നു? നമുക്കറിയാം കെ കാമരാജ് ആണ് കേട്ടോ, കെ കാമരാജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദ കിങ് മേക്കർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്? അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെ കാമരാജ് തന്നെയാണ് ഇതിന്റെ ആൻസറും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 1967 തിരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് ഇതര പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. മദ്രാസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സിക്സ്ത് ചാപ്റ്റർ നോക്കിയാലോ.
ഓക്കെ, ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, അതായത് ജനാധിപത്യ ക്രമത്തിന്റെ പ്രതിസന്ധി എന്ന പാഠഭാഗമാണ്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ പൊളിറ്റിക്കൽ പാർട്ടി കെയിം ടു പവർ അറ്റ് ദ സെന്റർ ഇൻ 1977 ലോക്സഭ ഇലക്ഷൻ, അതായത് 1977 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് തിരിച്ചറിയാൻ. ഏതായിരുന്നു? നമുക്കറിയാം ജനതാ പാർട്ടിയാണ് കേട്ടോ, ജനതാ പാർട്ടി. ആരായിരുന്നു അതിന്റെ ലീഡർ? അന്ന് ലീഡർ ആയിരുന്നത് ആരാണ്? മൊറാർജി ദേശായി ആണ് കേട്ടോ, മൊറാർജി ദേശായി. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത്. ആദ്യത്തേത് മൊറാർജി ദേശായി തന്നെയാണ് കേട്ടോ, ജനതാ പാർട്ടിയുടെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹു വാസ് ദ ലീഡർ ഓഫ് ദി 1974 ആണ്, 1974 റെയിൽവേ സ്ട്രൈക്ക്, അതായത് 1977 റെയിൽവേ സമരത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ജയപ്രകാശ് നാരായൺ ആണ് കേട്ടോ, ജയപ്രകാശ് നാരായണൻ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൗണ്ടർ ഓഫ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി, അതായത് കോൺഗ്രസ് ഫോർ ഡെമോക്രസിയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. ജഗ്ജീവൻ റാമാണ് കേട്ടോ, ജഗ്ജീവൻ റാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് ചാപ്റ്റർ 7 നോക്കാം. റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതായത് നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളത്. മേധാ പട്കർ ആണ് കേട്ടോ, മേധാ പട്കർ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലീഡേഴ്സ് ഓഫ് ചിപ്കോ മൂവ്മെന്റ്, ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരാണ് എന്നുള്ളത്. ചന്ദിപ്രസാദ് ഭട്ടും സുന്ദർലാൽ ബഹഗുണയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ, രണ്ടുപേരും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് വേർ ദ ആന്റി അറാഖ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ, ആന്ധ്രാപ്രദേശ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ദ ദളിത് പാന്തേഴ്സ് മൂവ്മെന്റ് വാസ് ഫോംഡ്, ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം എവിടെയാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. ദളിത് പാന്തേഴ്സ് എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലാണ് കേട്ടോ, മഹാരാഷ്ട്രയില്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതില് മഹാരാഷ്ട്രയിൽ 1972 ആണ് എന്നും കൂടെ ആലോചിച്ച് നോക്കിയ ഡേറ്റും, 1972 കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്ടിവിറ്റീസ് ഓഫ് ഭാരതീയ കിസാൻ യൂണിയൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്, ഭാരതീയ കിസാൻ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. UP ആണ് കേട്ടോ, ഉത്തർപ്രദേശ് ആണ് ഭാരതീയ കിസാൻ യൂണിയൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 2005. വിവരാവകാശ നിയമം വന്നത് 2005. മാത്സ് ഫോളോയിങ്ങിലൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 8 ആണ് റീജിയണൽ ആസ്പിരേഷൻ, അതായത് പ്രാദേശിക ഉത്കർഷേച്ഛകൾ എന്ന പാഠഭാഗമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഫൗണ്ടർ ആൻഡ് ദ ലീഡർ ഓഫ് മിസോ നാഷണൽ ഫ്രണ്ട്, അതായത് മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകനെയും നേതാവിനെയും തിരിച്ചറിയുക. ലാൽ ഡെങ്കെ ആണ് കേട്ടോ, ലാൽ ഡെങ്കെ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലീഡർ ഓഫ് നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള ആണ് കേട്ടോ, ലീഡർ ഓഫ് നേഷൻ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള. ഓക്കെ അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫൗണ്ടിങ് ലീഡർ ഓഫ് ദ ദ്രാവിഡിയൻ മൂവ്മെന്റ്, അതായത് ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് ആര്? EV രാമസ്വാമി നായ്ക്കർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിഖ് ലീഡർ ഹു സൈൻഡ് ദ ഹിസ്റ്റോറിക് പഞ്ചാബ് അക്കോർഡ്, അതായത് ചരിത്രപ്രസിദ്ധമായ പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ച സിഖ് നേതാവ് ആരാണ് എന്നുള്ളതാണ്. ആരാണ്? ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ ആണ് കേട്ടോ, ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഓർഡേർഡ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ഉത്തരവിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആണ് കേട്ടോ, ഇന്ദിരാഗാന്ധി. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാസ്റ്റർ താരാസിംഗ് രൂപീകരിച്ച സംഘടനയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നു? അകാലിദൾ ആണ് കേട്ടോ, അകാലിദൾ. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 9 നോക്കാം. റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക വികാസങ്ങൾ എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ കമ്മീഷൻ അപ്പോയിന്റഡ് ഡ്യൂറിംഗ് ദ ജനതാ ഗവൺമെന്റ് ടു ലുക്ക് ഇൻ ടു ദ കണ്ടീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് പിന്നോക്ക വർഗ്ഗക്കാരുടെ അവസ്ഥ പരിശോധിക്കുന്നതിന് ജനതാ ഗവൺമെന്റിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ്. മണ്ഡൽ കമ്മീഷൻ ആണ് കേട്ടോ, മണ്ഡൽ കമ്മീഷൻ. പിന്നെ മണ്ഡൽ കമ്മീഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത് ആരാണ് എന്നും ചോദ്യം വരാം. ആരായിരുന്നു? VP സിംഗ് ആണ് കേട്ടോ, VP സിംഗ് ആണ് നടപ്പിലാക്കിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബഹുജൻ സമാജ് പാർട്ടി ഫൗണ്ടർ, ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. ആരായിരുന്നു? കൻഷി റാമാണ് കേട്ടോ, കൻഷി റാമാണ് BSPയുടെ ഫൗണ്ടർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. NDA ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. UPA ആണെങ്കിൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 10th ചാപ്റ്റർ നോക്കാം.
കോൾഡ് വാർ ഇറ എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ. ഐഡന്റിഫൈ ദ പ്രസിഡൻസ് ഓഫ് USA ആൻഡ് USSR ഡ്യൂറിംഗ് ക്യൂബൻ മിസൈൽ ക്രൈസിസ്. അതായത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ കാലത്ത് USAയുടെയും സോവിയറ്റ് യൂണിയന്റെയും പ്രസിഡന്റുമാരെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ക്രുഷ്ചേവും അതുപോലെ തന്നെ ആരായിരുന്നു, JF അതായത് ജോൺ F കെനഡിയും ആയിരുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിലിറ്ററി അലയൻസ് ഓഫ് US, അമേരിക്കയുടെ സൈനിക സഖ്യം ഏതൊക്കെയായിരുന്നു? നാറ്റോ, സിയാറ്റോ, സെന്റോ. ഫുൾ ഫോമും നോക്കി വെക്കണം. അതുപോലെ USSRന്റെ ഏതായിരുന്നു? വാർസോ പാക്ട് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ. എ മൂവ്മെന്റ് ദാറ്റ് ചലഞ്ച് ദ ബൈപോളാർ വേൾഡ്, അതായത് ഇരുധ്രുവ ലോകത്തിന് വെല്ലുവിളി ഉയർത്തിയ ഒരു പ്രസ്ഥാനം ഏതാണ്? നാമാണ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, തേർഡ് വേൾഡ് കൺട്രീസ് എന്നറിയപ്പെടും. ഓക്കെ. അപ്പൊ നമുക്ക് 11th ചാപ്റ്റർ നോക്കാം. ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി, അതായത് ഇരുധ്രുവ രാഷ്ട്രീയത്തിന്റെ അന്ത്യം. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോവിയറ്റ് യൂണിയനെ പുനർനിർമ്മിക്കുന്നതിന് സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന രാഷ്ട്രപതിയെ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് അതിന്റെ ശിഥിലീകരണത്തിലേക്ക്, ഡിസിന്റഗ്രേഷനിലേക്ക് കാരണമായി എന്നുള്ളത് ആരായിരുന്നു? ഗോർബച്ചേവ് ആണ് കേട്ടോ. ഗോർബച്ചേവ് ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോവിയറ്റ് യൂണിയനിൽ 1991 സൈനിക അട്ടിമറിയെ എതിർക്കുകയും പിന്നീട് റഷ്യൻ റിപ്പബ്ലിക്കിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്ത നേതാവിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആരായിരുന്നു? ബോറിസ് യെൽസ്റ്റിൻ ആണ് കേട്ടോ. ബോറിസ് യെൽസ്റ്റിൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ റിഫോം ഇംപ്ലിമെന്റഡ് ബൈ ഗോർബച്ചേവ്. ഗോർബച്ചേവ് നടപ്പിലാക്കിയ പരിഷ്കാരത്തിന്റെ പേര് എഴുതാൻ. ഒന്ന് നമുക്ക് പറയാം ഗ്ലാസ്നോസ്റ്റ്, അതുപോലെ തന്നെ പെരിസ്ട്രോയിക്ക. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. നമുക്ക് 12th ചാപ്റ്റർ നോക്കാം. US ഹിജ്മണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ US മിലിറ്ററി ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് അൽ ഖായ്ദ ടെററിസ്റ്റ് ഡ്യൂറിംഗ് ബിൽ ക്ലിന്റൺ ഇയേഴ്സ്. അതായത് ബിൽ ക്ലിന്റന്റെ വർഷങ്ങളിൽ അൽ ഖായ്ദ ഭീകരർക്കെതിരെ US സൈനിക നടപടിയെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നു? ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് ആണ് കേട്ടോ. ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. അതുപോലെ കമ്പ്യൂട്ടർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഏതായിരുന്നു? ഫസ്റ്റ് ഗൾഫ് വാർ ആണ് കേട്ടോ. ഒന്നാം ഗൾഫ് വാർ അറിയാലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബുഷ് കൗണ്ടർ ഒഫൻസീവ് വാർ അഗെയിൻസ്റ്റ് ദ ടെററിസ്റ്റ് അറ്റാക്ക് ഓൺ 9/11 ഈസ് നോൺ ബൈ വാട്ട് നെയിം? അതായത് 9/11 ഭീകരാക്രമണത്തിനെതിരെ ബുഷ് നടത്തിയ പ്രത്യാക്രമണ യുദ്ധം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം എന്തായിരുന്നു? ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ആ ഓപ്പറേഷൻസ് എല്ലാം നോക്കി വെക്കുക കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ 13th ചാപ്റ്റർ നോക്കാം. ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ, അതായത് അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ എന്ന പാഠഭാഗമാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ചൈനീസ് റൂളർ അഡോപ്റ്റഡ് ആൻ ഓപ്പൺ ഡോർ പോളിസി? അതായത് തുറന്ന വാതിൽ നയം സ്വീകരിച്ച ചൈനീസ് ഭരണാധികാരി ആരായിരുന്നു? സിയാവോ പിങ്. ഡെങ് സിയാവോ പിങ് ആയിരുന്നു കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആസിയാൻ. ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 14 കണ്ടംപററി സൗത്ത് ഏഷ്യ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഓർഗനൈസേഷൻ വിച്ച് വർക്ക്ഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് തമിഴ് ഈഴം. അതായത് തമിഴ് ഈഴം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയുടെ പേര്. LTTE എന്നുള്ള സംഘടനയാണ് കേട്ടോ. LTTE എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലീഡർ ഹു ലെഡ് ദ സ്ട്രഗിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ്. അതായത് ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിനുള്ള പോരാട്ടം നയിച്ച നേതാവ് ആരാണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിനുള്ള പോരാട്ടം നയിച്ച നേതാവ് എന്ന് പറയുന്നത് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു സെൻഡ് ദ പീസ് കീപ്പിംഗ് ഫോഴ്സ് ടു ശ്രീലങ്ക? അതായത് ശ്രീലങ്കയിലേക്ക് സമാധാന സേനയെ അയച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതാണ്. രാജീവ് ഗാന്ധിയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇത്രയുള്ള 14th ചാപ്റ്റർ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. 15th ചാപ്റ്റർ ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഓക്കെ. അന്തർദേശീയ സംഘടനകൾ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇയർ ദ യുണൈറ്റഡ് നേഷൻസ് കെയിം ഇൻ ടു ബീയിങ്. അതായത് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. 1945 ഒക്ടോബർ 24 അതുകൊണ്ടാണ് ഒക്ടോബർ 24 നമ്മൾ UN ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് പ്രിസിഡേഴ്സർ ഓഫ് UN. അതായത് UNന്റെ മുൻഗാമിയുടെ പേര്. ലീഗ് ഓഫ് നേഷൻ ആണ് കേട്ടോ. ലീഗ് ഓഫ് നേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എന്ത് വരുന്നത്? UN വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ഘടകം, ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഏതായിരുന്നു? നമുക്കറിയാം എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആണ്. അതായത് സാമ്പത്തിക സാമൂഹിക സമിതി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സക്സസർ ഓഫ് ഗാറ്റ് ഏതാണ്? WTO ആണ് ആൻസർ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഗാറ്റിന്റെ സക്സസർ അല്ലെങ്കിൽ പിൻഗാമി എന്നറിയപ്പെടുന്നത്.
ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഹു ഈസ് ദ ഏഷ്യൻ ഹു ബിക്കെയിം സെക്രട്ടറി ജനറൽ ആഫ്റ്റർ 1971. അതായത് 1971 ശേഷം സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ഏഷ്യക്കാരൻ ആരാണെന്ന് എഴുതുക. ആരായിരുന്നു? ബങ്കിങ് മൂൺ ആണ് കേട്ടോ. ബങ്കിങ് മൂൺ എവിടെ നിന്നുള്ള ആളായിരുന്നു? സൗത്ത് കൊറിയയിൽ നിന്നുള്ള ആളായിരുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ വൺ വേർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ നാളത്തെ എക്സാമിന് നന്നായിട്ട് എഴുതുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഒരു ടെൻഷനും വേണ്ട, കൂളായി പോയിരുന്നിട്ട് എക്സാം എഴുതാം കേട്ടോ.